തെരഞ്ഞെടുപ്പിൽ ശരിദൂര നിലപാട് സ്വീകരിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല. SNDP യോഗം ഭാരവാഹികൾ മത്സരിക്കണമെങ്കിൽ തൽസ്ഥാനം രാജിവച്ചിട്ട് മത്സരിക്കുന്നതാണ് അഭികാമ്യം. ആരിഫ് ജയിച്ചു കഴിഞ്ഞു. ആനയോട് എലി മത്സരിക്കുന്നത് പോലെയാണ് KC വേണുഗോപാൽ മത്സരിക്കുന്നത്. ഈഴവരെ വെട്ടി നിരത്താനാണ് കോൺഗ്രസിന്റെ പണിയെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. വിശദമായ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. അതായത് വെള്ളാപ്പള്ളി നിശിതമായ വിമർശനമാണ് KC വേണുഗോപാലിനെതിരെയും പ്രത്യേകിച്ച് BJP മുന്നണിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ കുറിച്ചുമൊക്കെ നടത്തിയത്. അതായത് SNDP ഭാരവാഹികൾ മത്സരിക്കണമെങ്കിൽ തൽസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? താനാണെങ്കിൽ പോലും മത്സരിക്കണമെങ്കിൽ SNDP യോഗത്തിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് അതാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാനമാനങ്ങൾ രാജിവെച്ചിട്ട് പോകുന്നതായിരിക്കും ഉചിതമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. തൃശ്ശൂരിലെ ഒരു വിജയ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് മാത്രം നിങ്ങൾ കണക്ക് പരിശോധിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വിജയസാധ്യതയെക്കുറിച്ചും കൃത്യമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ആലപ്പുഴയിൽ 44% വരുന്ന ഈഴവ വോട്ട് കണ്ടുകൊണ്ട് ആരും തന്നെ അങ്ങോട്ടേക്ക് വരേണ്ട. അത് അടൂർ പ്രകാശ് വരികയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപം മാത്രമേ ഉള്ളൂ, ആത്മഹത്യാപരമെന്നേ പറയുകയുള്ളൂ. ഈ വോട്ട് തെരഞ്ഞെടുപ്പ് ഇതാദ്യം തന്നെ ജയിച്ചു എന്ന് നമുക്ക് തീർത്തും പ്രഖ്യാപിക്കാവുന്ന ഏക സ്ഥാനാർത്ഥി ആലപ്പുഴയിലെ ആരിഫാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ, VM സുധീരനാണെങ്കിലും ശരി തന്നെ, എല്ലാ നേതാക്കളും DCC പ്രസിഡന്റുമാർ മുഴുവനും കോൺഗ്രസിനെ ഈഴവ സമുദായത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവന് അങ്ങേയറ്റം ദ്രോഹിച്ചു. തന്നെ നല്ല നിലയിൽ തന്നോട് വിരോധം വെച്ച് പുലർത്തുകയും ഈഴവ സമുദായത്തെ തകർക്കാനും ശ്രമിച്ചു. ഈഴവ സമുദായത്തെ പിന്നോക്ക സമുദായങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോക്ക സമുദായങ്ങളുടെ കയ്യടി വാങ്ങാനാണ് ഈ കോൺഗ്രസ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് അധപതനം ഉണ്ടായത്. KC വേണുഗോപാൽ കഴിഞ്ഞ തവണ ജയിച്ചത് എത്ര വോട്ടിനാണെന്നുള്ളത് എല്ലാവരും ഓർത്തുകൊള്ളണം. അതൊരു ഈ CPM നിർത്തി അവർ ജില്ലാ സെക്രട്ടറിയെ നിർത്തിയത് കൊണ്ട് മാത്രമാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അത്രയും വോട്ട് കിട്ടി. ഇക്കുറി ആരിഫാണ് മത്സരിക്കുന്നത്. അത് ആരിഫ് തന്റെ പൊന്നളിയനായതുകൊണ്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ അല്ല, ആരിഫ് ജനസമ്മതനായതുകൊണ്ട് ജയിക്കുമെന്നാണ് താൻ പറഞ്ഞത് എന്ന് വെള്ളാപ്പള്ളി ആവർത്തിച്ച് വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരത്ത് തീവാറുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. കുമ്മനം രാജശേഖരനും ദിവാകരനും സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അതേസമയം ശശി തരൂരിന് മുന്നോക്കക്കാരിൽ മാത്രമാണ് സ്വാധീനം, അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവർക്കും ഇടയിൽ മാത്രമാണ് സ്വാധീനമുള്ളത്. അതുകൊണ്ട് അവിടെ ശശി തരൂര് മാത്രമല്ല, മണ്ഡലത്തിൽ കാര്യമായ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം ഏതു സമയവും ദില്ലിയിലായിരുന്നു. മറ്റ് അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താൻ പോകുന്നില്ലെങ്കിൽ പോലും അവിടെ ഈ തീവാറുന്ന ഒരു മത്സരം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. BJPക്ക് ഏക പ്രതീക്ഷയുള്ള അവരുടെ ഒരു പ്രസ്റ്റീജ് സീറ്റായിട്ടാണ് തിരുവനന്തപുരത്തെ കാണുന്നത്. അതേസമയം സുരേന്ദ്രൻ പത്തനംതിട്ടയിലെ അദ്ദേഹത്തിന്റെ നിലപാട് അവിടെ BJPക്ക് പെർസെന്റേജ് കിട്ടുമെന്നല്ലാതെ ഒരിക്കലും വിജയസാധ്യത അദ്ദേഹത്തെ അവർ നോക്കാനേ കഴിയില്ല. ആറന്മുള അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ കണ്ടുകൊണ്ട് BJP അവിടെ ഇതിൽ ജയിക്കാമെന്ന് കരുതണ്ട, അതിനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അത് BJP പോലും പറഞ്ഞിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. രാജ്കുമാർ, വിവരങ്ങൾ വ്യക്തമാണ്. കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും തുറന്നടിച്ച് വെള്ളാപ്പള്ളി നടേശൻ വിശദമായ വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന് രാജ്കുമാർ. ഇനിയൊരു ഇടവേള.